ശബരിമല സന്നിധാനത്ത് ഭക്തർ നേരിടുന്ന അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല. കുടിവെള്ളവും പ്രാഥമിക സൗകര്യങ്ങളും കിട്ടാതെ നട തുറന്ന് മൂന്നാം നാളും വലയുകയാണ്. ഭക്ത തിരക്ക് നിയന്ത്രണത്തിനായി NDRF സംഘം ചുമതല ഏറ്റെടുത്തിട്ടുണ്ട്. ദാഹമകറ്റാൻ വെള്ളമില്ല, ശുചിമുറി സൗകര്യമില്ല, വിരിവെക്കാൻ ഇടമില്ല, വിശ്രമിക്കാൻ സ്ഥലമില്ല. നട തുറന്ന മൂന്നാം നാളും ഭക്തർക്ക് ദുരിതം മാത്രം. അതായത് ഞങ്ങളൊരു 10 മണിക്ക് നിലയ്ക്കൽ വന്ന ഞങ്ങൾ 18 ആളുണ്ട്. അതിലിപ്പോൾ ഞങ്ങൾ 6 ആളേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം എവിടെയെന്ന് അവിടെ കുറച്ച് പേര് അവിടെയും കുറച്ച് താഴേക്കായിട്ടാണ് ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര പോരായ്മ പറഞ്ഞാൽ പ്രാഥമിക കാര്യത്തിന് ഈ ലൈനിൽ കാര്യമായിട്ട് ഒരു സംവിധാനം ഇതുവരെ ഒരുക്കിയിട്ടില്ല. ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമില്ല. കാരണം ഇത് നമ്മളെ ബ്ലോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അഴിച്ചു വിടുന്ന ആളെ ഓടി വരണ്ടേ. അപ്പം പുറത്തേക്ക് ഇറങ്ങി ഭക്ഷണം കഴിക്കാൻ നിന്നാൽ ഞങ്ങളുടെ ബാക്കിയുള്ള ആൾക്കാരെ ഇനിയും തിരഞ്ഞ് കണ്ടെത്തണം. ഇപ്പോൾ 5 മണിക്കൂർ, അതായത് 5:20 ഞങ്ങൾ ലൈനിൽ നിന്നതാണ് പമ്പയിൽ നിന്ന് ഇങ്ങോട്ട്. ഇപ്പം സമയം 5 മണിക്കൂറുകളായി. ഇനിയിപ്പോൾ 2 മണിക്കൂർ മേലെ ഇനിയും നിൽക്കേണ്ടി വരും. ഭയങ്കര ഒരു ദുരവസ്ഥ തന്നെയാണ് ഇത്. ഇങ്ങനെ ഈ തരത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ ഇന്നൊരു പ്രതിജ്ഞ എടുത്തേക്കോ ഇനി വരുന്നില്ല എന്നുള്ളത്. അന്ന് വനിതകളൊക്കെ എത്തിയപ്പോൾ തന്നെ നമ്മൾ അന്ന് തീരുമാനമാക്കി. എന്നാലും നമ്മൾ ആ സമയമാകുമ്പോൾ ഓട്ടോമാറ്റിക് എല്ലാവരും മാലയിട്ടും വരും. ഇപ്പം ഞങ്ങൾ ഒരു പ്രതിജ്ഞ എടുക്കാൻ വേണ്ടി പോവാം അവിടെ ചെന്നിട്ട്. ഇനി ഇവിടെ വന്നാൽ ശരിയാവില്ല. ഈ അവസ്ഥ വളരെ മോശമാണ്. വളരെ സങ്കടമുണ്ട്. കാരണം വെച്ചാൽ ഇതുവരെ ഒരു ഭക്ഷണം കഴിച്ചില്ല. ഞാനൊരു ഷുഗർ പേഷ്യൻ്റാണ്. ഇതുവരെ ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടില്ല. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഗ്ലൂക്കോസിൻ്റെ പൊടി ഉണ്ടായി, അതാ തിന്നത് ആകെ കഴിച്ചത്. ഇവിടെ വരുന്ന വഴിയുടെ സൈഡെല്ലാം വളരെ വൃത്തിഹീനമായിട്ടാണ് കിടക്കുന്നത്. ഇത് മണ്ഡലകാലം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം വൃത്തിയാക്കേണ്ടതാണ്. യാതൊരു വിധ വൃത്തിയും കാര്യങ്ങളോ ഒന്നുമില്ല. ചെറിയ പിഞ്ചു കുട്ടികളും പ്രായമുള്ളവരും എല്ലാം ഇവിടെ നിൽപ്പുണ്ട്. അവർക്ക് ഭക്ഷണം കഴിക്കാനോ അവർക്കൊരു വെള്ളം കൊടുക്കാനോ ഇതിനൊന്നും യാതൊരു വിധ, അതായത് ഈ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ നിന്നായി നിർത്തിയേക്കുന്ന ആൾക്കാരോ അവരുടെ എന്നാ പറയുന്ന ഒരു ആൾ പോലും ഇതിനു വേണ്ടിയിട്ട് ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ട്. നിലയ്ക്കൽ മുതൽ ഭക്തരെ തടഞ്ഞുകൊണ്ടാണ് സന്നിധാനത്ത് തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നത്. നടപ്പന്തൽ, ശരംകുത്തി തുടങ്ങിയിടങ്ങളിലെല്ലാം ഭക്തരെ തടയുന്നുണ്ട്. നടപ്പന്തലിൽ ഭക്തർക്ക് കാത്തു നിൽക്കേണ്ടി വരുന്നത് 3 മണിക്കൂർ വരെ. മിനിറ്റിൽ 60 മുതൽ 70 വരെ ഭക്തരെയാണ് നിലവിൽ 18-ാം പടി കയറ്റിവിടുന്നത്. ഇത് 80 മുതൽ 90 വരെ ആയാൽ മാത്രമേ നടപ്പന്തലിൽ തിരക്ക് കുറയൂ. തിരക്ക് നിയന്ത്രണത്തിനായി കൂടുതൽ നടപടികളിലേക്ക് കടന്നത് ശബരിമല ക്രമസമാധാന ചുമതലയുള്ള ADGP S. ശ്രീജിത്ത് പറഞ്ഞു. വെർച്വൽ ക്യൂ പാസ് ഇല്ലാത്തവരോടാണ് അവിടെ കാത്തു വെക്കാൻ പറയുന്നത്. കൃത്യമായ വെർച്വൽ ക്യൂ പാസ് കിട്ടിയവരെ ആരെയും എവിടെയും തടയേണ്ട കാര്യമില്ല. അതിനപ്പുറത്തുള്ളവരെ തടഞ്ഞില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഹോൾഡിംഗ് കപ്പാസിറ്റി മാക്സിമം 1 ലക്ഷമാണ് സന്നിധാനത്ത്. ഇതിൽ കൂടുതൽ ആൾക്കാർ ഇവിടെ വന്നാൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് വളരെ പരിമിതമായ പ്രദേശമാണ് ഹൈക്കോടതി ഈ ലിമിറ്റ് വെച്ചിരിക്കുന്നത്. ആ ലിമിറ്റിന് അപ്പുറത്തുള്ള ആൾക്കാരെയാണ് നമ്മൾ തടയുന്നത്. അല്ലാതെ വേറെ പ്രോപ്പറായിട്ട് വെർച്വൽ ക്യൂ ആയിട്ട് വരുന്ന ഒരാളെ ഇവിടെ എവിടെയും ആരും തടയേണ്ട ആവശ്യമില്ല. പരിചയസമ്പന്നരായ പോലീസ് ഉദ്യോഗസ്ഥരെ വെച്ചിട്ടുണ്ട്. ഇനി പോരെങ്കിൽ കുറച്ചുകൂടെ പരിചയമുള്ളവരെ മാറ്റിവെക്കും. അത് പരിശോധിച്ച് വേണ്ടത് ചെയ്യുന്നതാണ്. അതിനൊന്നും ബുദ്ധിമുട്ടില്ല. നിരവധി ഭക്തരാണ് ഇന്നലെ പന്തളത്തു നിന്നും പമ്പയിൽ നിന്നും ദർശനം പൂർത്തിയാക്കാനാകാതെ മടങ്ങിയത്. ഇതിൽ ചില ഭക്തരെ ഇന്ന് സന്നിധാനത്ത് തിരികെ എത്തിച്ച് ദർശനം സാധ്യമാക്കി. സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി തൃശൂരിൽ നിന്നുള്ള 32-അംഗ NDRF സംഘവും സന്നിധാനത്ത് സേവനം തുടങ്ങി. ചെന്നൈയിൽ നിന്നുള്ള മറ്റൊരു സംഘവും ഉടൻ സന്നിധാനത്തെത്തും. ജനം, സന്നിധാനം.